ഹലോ, എല്ലാവർക്കും മിസ്നാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്കുള്ള മസാലപ്പൊടികൾ നോക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടിയാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. 5 മിനിറ്റെങ്കിലും ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മളിത് അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിലുള്ള അണുക്കളൊക്കെ ഒന്ന് തണുപ്പ് കൊണ്ട് നശിക്കുന്നവയൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. ഇതിൽ ഞാൻ ഒരു സാധനം ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത് ഓരോ ടീസ്പൂൺ വീതം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കൂട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായേ. അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് കാണിക്കുകയാണ്. രണ്ടാമത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ കുറേശ്ശെ അതിലേക്ക് കോരിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിതിലേക്ക് എൻ്റെ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 2 വശവും നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം എല്ലാം വറുത്ത് കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവനായിട്ട് ഞാനങ്ങനെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള മസാല കൂടി റെഡിയാക്കേണ്ടത്. അപ്പോൾ ചിക്കൻ വറുത്ത് കോരിയതിന് ശേഷം എന്തൊക്കെയാണ് മസാലയിലേക്ക് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഓരോ സ്പൂൺ വീതമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് സവാള അരിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 2 സവാളയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ സവാള എടുത്തിട്ടുണ്ട്. സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ചാൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചിക്കനിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ഞാനിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 3 മിനിറ്റോളം മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ തക്കാളിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സോസാണുള്ളതെന്നുണ്ടെങ്കിൽ സോസ് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇനി പൊടിയുടെ അളവൊക്കെ ടീസ്പൂണാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. ആ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയുടെ കുത്തലും മണമൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നും ഉപയോഗിക്കരുത്. ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി പോയാലുണ്ടാവുള്ളൂ. അതൊന്ന് നന്നായിട്ട് തിള വരുമ്പോൾ ഞാൻ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ആ കൂട്ടുമായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് വീണ്ടും ഒന്ന് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഗ്രേവി നല്ല തിക്കായി കിട്ടുകയും ചെയ്യും. ഇനി ഞാൻ ചേർക്കുന്നത് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. ഇത് സോസ് ഉപയോഗിച്ചവർ ചേർക്കണ്ട. എന്നെപ്പോലെ തക്കാളി യൂസ് ചെയ്തിട്ടുള്ളവർ മാത്രം ചെയ്താൽ മതി. അതായത് ഈ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുമ്പോൾ നല്ല എരിവാണ് ഉണ്ടാവുക. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിതിൽ പഞ്ചസാര ചേർത്തത്.
അപ്പോൾ അത് തക്കാളി ഉപയോഗിച്ചവർ മാത്രം ചേർക്കുക, അല്ലാത്തവർ ഉപയോഗിക്കേണ്ട. അപ്പോൾ എൻ്റെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.